ഇന്ന് നമ്മുടെ ഓണം റെസിപ്പിയിൽ ഇന്ന് രണ്ടാമത്തെ ഐറ്റം ഉള്ളിത്തീയലാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉള്ളി ഒരു 200 ഗ്രാം ഉള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് തേങ്ങാക്കൊത്ത്, കുറച്ച് 1 ടീസ്പൂണൊക്കെ മതി, ടേബിൾ സ്പൂൺ. പിന്നെ കുറച്ച് ശർക്കര. പിന്നെ കാശ്മീരി മുളക് പൊടിയാണ് ഒരു 2.5 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ. പിന്നെ വറ്റൽമുളക്, വേപ്പില, പച്ചമുളക്, പച്ചമുളക് എടുത്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ 3 ചെറിയ വെളുത്തുള്ളി, ഒരു സ്മോൾ ഇഞ്ചി. പിന്നെ വേണ്ടത് തേങ്ങ വറുത്തരയ്ക്കണമല്ലോ തീയലിൽ. അപ്പോൾ ഇതിനകത്തൊരു അരമുറിയുടെ പകുതി, അതായത് 1/4 മുറിയുള്ളൂ തേങ്ങ. അതിന് വറുത്തെടുക്കണം. ബാക്കി ഞാൻ കാണിക്കാം കേട്ടോ. പിന്നെ വേണ്ടത് ഈ ഒരളവിൽ പുളി, വാളംപുളി, ഇത് കുതിർത്താനിടാം കേട്ടോ. കട്ട് ചെയ്യണത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം കേട്ടോ. ഇച്ചിരി വലുപ്പത്തിൽ വേണം കട്ട് ചെയ്യാൻ. ആദ്യം ഇങ്ങനെ കട്ട് ചെയ്തു. ഫുള്ള് ഇങ്ങനെയല്ല, നമുക്ക് കാണണം, ഉള്ളി അലിഞ്ഞങ്ങനെ പോകരുത്. ഇതിൽ എല്ലാം കട്ട് ചെയ്തെടുക്കാം. തീരെ ചെറിയ ഉള്ളിയൊക്കെ ഒന്ന് രണ്ടാക്കിയാലും മതി. വലിയ ഉള്ളിനെ നമ്മൾ നെടുക പൊളിച്ചിട്ട് അങ്ങനെ ചെയ്ത്, ചെറിയ ഉള്ളിനൊക്കെ വെറുതെ ഇങ്ങനെ അരിഞ്ഞാൽ മതി. ഇത്രയുള്ള ചെറുതിനൊക്കെ അത് ഇത്രയാക്കിയാൽ മതി. നമുക്കിനി തേങ്ങ വറുത്തെടുക്കാം. അപ്പോൾ ആദ്യം വെളിച്ചെണ്ണ ഒഴിക്കാം. ബ്രൗൺ കളറാവുന്ന വരെ വറക്കണം കേട്ടോ. ഒരു ഗോൾഡൻ ബ്രൗൺ, അതായത് കരിഞ്ഞു പോകരുത്. അപ്പോൾ ഈ ഉള്ളിക്കറിയൊക്കെ നമുക്ക് തലേ ദിവസമൊക്കെ ഉണ്ടാക്കി വയ്ക്കാം കേട്ടോ. ചീത്തയാവില്ല. നമ്മൾ പുളിയൊക്കെ ചേർക്കുന്നുണ്ടേ ഈ ഉള്ളി നല്ലപോലെ വാടിയിട്ടാണ് ചെയ്യണം. അപ്പോൾ ഒളിക്കില്ല. തലേ ദിവസം ഉണ്ടാക്കി വയ്ക്കാം. ഇഞ്ചിക്കറി എല്ലാവരും കണ്ടായിരുന്നോ? നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. അപ്പോൾ നമ്മൾ അവിയൽ, എരിശ്ശേരി, കൂട്ടുകറി അതൊക്കെ പെട്ടെന്ന് ചീത്തയാവണ കറികളാണ്. ഈ ഓണത്തിൻ്റെ അന്ന് അതുണ്ടാക്കിയാൽ മതി. ഉള്ളിത്തീയൽ, ഇഞ്ചിക്കറിയൊക്കെ 3-4 ദിവസം മുമ്പ് ഉണ്ടാക്കി വയ്ക്കാമെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതുപോലെ ഈ ഉള്ളിത്തീയലും തലേ ദിവസം ഉണ്ടാക്കിയ ചീത്തയാവില്ല. തേങ്ങ പച്ചരച്ചിട്ടുള്ള കറികളൊക്കെ ആണെങ്കിൽ നിങ്ങൾ അന്നേ ഉണ്ടാക്കാവുള്ളൂ. കൂടി ഫ്രൈ ആക്കാം. അപ്പം ഇച്ചിരി ഇച്ചിരി കൂടി ഡാർക്കാക്കാം. കുട്ടരെ ഇളക്കിക്കൊണ്ട് ഞാൻ കരിയരുന്നു. അപ്പോൾ ഈ കളർ നമ്മളുടെ കറിക്ക് നല്ല ഡാർക്ക് കളറേ ഉണ്ടാവുക. അപ്പോൾ തേങ്ങ ഇത്രയും ഈ പാകത്തിന് മതി കേട്ടോ. വേഗം പാകമായിട്ടുണ്ട് കണ്ടോ, കരിഞ്ഞു പോകരുത്. ഓക്കെ, ഓഫ് ചെയ്യണം. സ്റ്റവ് ഓണാക്കി കുറച്ച് നല്ലോണം വെളിച്ചെണ്ണ വേണം കേട്ടോ. ഇച്ചിരി വെളിച്ചെണ്ണ തെളിഞ്ഞ് നിൽക്കുന്നതാണ് ഭംഗിയും ടേസ്റ്റും. ചെറിയ ടീസ്പൂൺ കടുക്. എണ്ണ ചൂടായിട്ടുണ്ട്, ഇടാൻ കേട്ടോ. കടുക് പൊട്ടി നമുക്ക് മുളകിടാം. വെളുത്തുള്ളി ഇട്ടു. ഉള്ളി ഇടാം. ഉള്ളി ഇട്ടിട്ട് അത് വാടട്ടെ. പച്ചമുളക് ഇടാൻ വേണം. വേപ്പില ഇടാം.
ഇതിലേക്ക് നമ്മൾ മഞ്ഞൾപ്പൊടി ഇടും. മഞ്ഞൾപ്പൊടിയും ഉപ്പും നമുക്കിപ്പോൾ ചേർക്കാം കേട്ടോ. മഞ്ഞൾപ്പൊടി കുറച്ച് മതി, ഒരു കാൽ ഇത്ര മതി. ഇത് വാടുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ തേങ്ങ വറുത്തത് ചൂടാറിയിട്ടുണ്ട്, അത് അരച്ചെടുക്കാം. ചൂടൊക്കെ വാടട്ടെ. നല്ലതായിട്ട് അരച്ചെടുക്കാം. ഇതൊന്ന് ക്രഷ് ചെയ്യുക. എന്നിട്ട് നമുക്ക് പാകത്തിന് വെള്ളം, ഈ തേങ്ങ എത്രയുണ്ട് അത്രയും മാത്രം വെള്ളം ഒഴിക്കാവൂ കേട്ടോ. പൊടിച്ച് കഴിയുമ്പോൾ എന്തോരം തേങ്ങയുണ്ട് അതിൻ്റെ ഒപ്പത്തിനൊപ്പം വെള്ളം ഒഴിച്ച് തരാം. ഇത്രയും വെള്ളം ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ. കുറച്ച് വെള്ളം ഒഴിച്ച് അരച്ചാൽ മതി. എന്നിട്ട് പിന്നെ വെള്ളം നമുക്ക് ഇതിനകത്ത് എന്തോരം വേണം എന്നുണ്ടെങ്കിൽ വെള്ളം വീണ്ടും നമുക്ക് ആഡ് ചെയ്യാം. ഈ പാകത്തിന് ഇതുപോലെ അരച്ചെടുക്കണം. ഇതുപോലെ ഉള്ളി വെന്ത് കഴിയുമ്പോൾ കേട്ടോ നമ്മുടെ വെളിച്ചെണ്ണ ഇങ്ങോട്ട് ഇങ്ങനെ കക്കി വരും. ഞാനൊരു കാര്യം മറന്നുപോയി. ഈ തേങ്ങ ഉള്ളി ഇടുന്നതിന് മുമ്പ് തേങ്ങ ഇട്ട് വറുക്കായിരുന്നു ആ വെളിച്ചെണ്ണയിൽ, ഞാൻ മറന്നുപോയി. അപ്പോൾ അതുകൊണ്ട് അത് ഇപ്പം ഇട്ടൊന്ന് വറുക്കാം കേട്ടോ. നിങ്ങൾ ചെയ്യുമ്പോൾ ഉള്ളി ഇടുന്നതിന് മുമ്പ് തേങ്ങ ഇട്ടിട്ട് ആ തേങ്ങേനെ ഒരു ബ്രൗൺ കളറായി കഴിയുമ്പോൾ ഉള്ളി ഇട്ടാൽ മതി. അതല്ലെങ്കിൽ തേങ്ങ സെപ്പറേറ്റ് വറുത്തിടണം. അതിൻ്റെ ആവശ്യമില്ല. ഇപ്പോൾ ഇത് ഞാൻ കുറച്ചല്ലേ ഉണ്ടാക്കുന്നുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ചട്ടിയുടെ നടുക്ക് കിടന്നത് ഫ്രൈ ആയി പോകും. തേങ്ങ ഒന്ന് ഫ്രൈ ആവട്ടെ. തേങ്ങയൊക്കെ ഒരുമാതിരി നല്ലതായിട്ട് മൂക്കണം കേട്ടോ, അല്ലെങ്കിൽ നമ്മുടെ കറി പെട്ടെന്ന് ചീത്തയാവും. ഈ ഉള്ളിയും ഇതുപോലെ നല്ലതായിട്ട് അതിൻ്റെ വെള്ളം വറ്റി ഒരിതാവണം. അതുപോലെ തന്നെ തേങ്ങ. തേങ്ങ മൂത്തിട്ടുണ്ട് കേട്ടോ. നമ്മളിതിലേക്ക് മുളക് പൊടി ഇടാം. 2.5 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ഞാനിവിടെ ചേർക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ അത് ചേർത്ത് കേട്ടോ. അതാകുമ്പോൾ ഒക്കെ അളവ് കുറച്ചിട്ടാൽ മതി. കാശ്മീരി മുളക് പൊടി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ ഈ കറി കൂടുതൽ ഡാർക്കും എരിവ് അധികം തോന്നിക്കാണ്ടിരിക്കും. ഇതിനധികം എരിവ് തോന്നിക്കില്ലല്ലോ. പുളിരസം ഒരു മധുരിപ്പാണ് ഇതിൽ തോന്നുക. ഇളക്കുന്ന സമയത്ത് കൂടുതൽ ഡ്രൈ ആയി തോന്നുകയാണെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ ചേർക്കാം കേട്ടോ. കുറച്ച് ചേർക്കാം. മുളക് മൂത്തിട്ടുണ്ട്. ഞാൻ തേങ്ങ വറുത്തരച്ച് ഇടാം. കുറച്ചുകൂടി വെള്ളം തരണം. നമുക്കിതിലേക്ക് പുളിവെള്ളം ചേർക്കാം. ഇനി പുളി ഉപ്പൊക്കെ നോക്കിയിട്ട് സമയത്തേ പുളിയും ഉപ്പും നോക്കാം. തിളക്കട്ടെ. കേട്ടോ, എണ്ണ തെളിഞ്ഞു വരും. പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്കിതിന്
മധുരമൊക്കെ അവരവരുടെ പാകത്തിന് എടുക്കാം. ചിലർക്ക് കൂടുതൽ മധുരമുള്ളത് ഇഷ്ടമായിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് ശർക്കര കുറച്ച് കൂടുതൽ ചേർക്കണമെങ്കിൽ ചേർക്കാം. എനിക്കങ്ങനെ ഭയങ്കര മധുരം ഇഷ്ടമല്ല, ചെറിയ മധുരം എനിക്കിഷ്ടം. എനിക്കിത് കറക്റ്റാണ്. വേണ്ട, ഈ ചൂടാറുമ്പോൾ ഇത് ഒന്നും കൂടി സെറ്റാവും. നമ്മൾ ഇലയിലൊക്കെ ഒഴിച്ച് കഴിഞ്ഞാലുണ്ട് ഇത് അവിടെ നിൽക്കും, ഒഴുകി പോകാതെ അവിടെ നിൽക്കും. ഇത് ഉള്ളിക്കറി ടേസ്റ്റ് അറിഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും ചോദിച്ച് കഴിക്കും. അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കി നോക്കണം കേട്ടോ. എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. കുറച്ച് വേപ്പില കൂടി നമുക്ക് ലാസ്റ്റിലേക്ക് ഇടാം. കഴിഞ്ഞു നമ്മുടെ പരിപാടി. ഇപ്പോൾ എണ്ണയൊക്കെ തെളിഞ്ഞു വരും. ഇത് എണ്ണ തെളിഞ്ഞു വന്ന് തുടങ്ങിയിരുന്നുണ്ടോ? ചൂടാറി കഴിയുമ്പോൾ ഒന്നും കൂടി തെളിഞ്ഞു വരും. ഇത് നാളെ എടുത്ത് ഇതേപോലെ അങ്ങോട്ട് വെച്ചിരുന്നാൽ മതി. നാളെ നല്ല ചൂടോടുകൂടി ഉപയോഗിക്കാനല്ല നല്ലത്, ചൂടാറി കഴിയുമ്പോഴേ അതിൻ്റെയൊക്കെ ടേസ്റ്റ്. അപ്പോൾ ഓക്കെ.